പ്രവീൺ, താങ്കൾ ഇതിന് മറുപടി പറയണം. കാരണം ഒരു പോരാട്ടം പാതി വഴിക്ക് ഉപേക്ഷിച്ച് പോവുകയാണ് താങ്കൾ എന്നാണ് താങ്കൾക്കെതിരെ പത്മകുമാർ പറയുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഞാൻ പത്മകുമാർ സാറിൻ്റെ സിനിമ കണ്ടിട്ടില്ല. അപ്പം അതിനകത്ത് ആ കഥാപാത്രം എങ്ങനെയാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം മുമ്പ് പറഞ്ഞു ജനകൻ്റെ മകൾ ജാനകി, വൈദേഹൻ്റെ മകൾ വൈദേഹി. അപ്പോൾ ജനകൻ്റെ മകൾ ജാനകി ആകുമ്പം ജാനകിയുടെ ഇനിഷ്യൽ ഒരിക്കലും വി വരാൻ വൈദേഹനാവില്ലല്ലോ. ജാനകി ജയല്ലേ, ജനകൻ്റെ വേണ്ടേ വരാനായിട്ട്. അപ്പം അത് ഒരു ലോജിക്കലി എനിക്ക് അത്ര കറക്റ്റായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ പോരാട്ടം എന്ന് പറയുന്നത് ഇന്നീ നിമിഷവും പോരാട്ടിട്ട് തന്നെയാണ് ഞാനിത് സംസാരിക്കുന്നത്. അല്ലാണ്ട് CBFC എൻ്റെ അടുത്ത് പറഞ്ഞ ഉടനെ ഞാൻ ഓടി വന്ന് പേര് മാറ്റിയിട്ട് തിരിച്ചു വന്നിട്ട് നല്ല സംസാരിക്കുന്നത്. എന്നെക്കൊണ്ടാവുന്ന എല്ലാ സാധ്യമായ സ്ഥലങ്ങളിലും കൃത്യമായ രീതിയിൽ ഇതിവിടെ ഏതൊക്കെയോ വാതിലുകളിൽ പോയി എന്ന് പറഞ്ഞു. എനിക്കതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. ഇവിടെ കൃത്യമായിട്ട് കോടതി ഉണ്ടായിരുന്നു, നിയമ സംവിധാനങ്ങളുണ്ടായിരുന്നു. ഇവിടെ എത്രയോ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ സാറിന് അറിയാം. കഴിഞ്ഞ 2 വർഷം കൊണ്ട് 11 ഷെഡ്യൂൾ, മലയാള സിനിമയുടെ ചരിത്രത്തിലായിരിക്കാം 11-12 ഷെഡ്യൂൾ ഒരു സിനിമ പോകുക എന്ന് പറഞ്ഞാൽ. അതിനെപ്പറ്റി പപ്പേട്ടനും അറിവുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത്രയും തടസ്സങ്ങളിലൂടെ കടന്നു വന്ന് അവസാനം ഭീമമായ തുക ഇൻട്രസ്റ്റിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു സിനിമ ഒരിക്കലും ഈ പറയുന്നത് പോലെ പോരാടാൻ വീണ്ടും ഈ കടന്നു പോകുന്ന ഓരോ ദിവസങ്ങളും പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഒരുപക്ഷെ നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ല, നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. ചെന്നൈ ഹൈക്കോടതിയിൽ വരെ കേസുള്ളതാണ്. സത്യവാങ്മൂലം കൊടുത്തിട്ട് നിൽക്കുന്ന ദിവസങ്ങളായിരുന്നു ഈ റിലീസുമായിട്ടനുബന്ധിച്ച ദിവസങ്ങൾ. കേസ് വന്നതുകൊണ്ട് മാത്രം, അതായത് ഇവിടെ ഈ കേസ് വന്നതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ ഈ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തണുത്ത് നിൽക്കുന്നത്. അപ്പം ഒരിക്കലും സാധ്യമായ എല്ലാ വഴികളും ഉണ്ടായിരുന്നു. നിയമവശം തേടാമായിരുന്നു. നിയമവശം തേടാതെ സിനിമയുടെ പേര് മാറ്റിയതിന് ശേഷം എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, എൻ്റെ സിനിമയെ ബാധിക്കാത്ത രീതിയിൽ ആ സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് എല്ലാ സിനിമ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ അത്രയും അതിനെപ്പറ്റി നോക്കുന്നുള്ളൂ. എൻ്റെ സിനിമ ബാധിക്കാത്ത രീതിയിൽ. കാരണം കഴിഞ്ഞ 7 വർഷം ഞാൻ ഈ സിനിമയായിട്ട് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാനും പ്രൊഡ്യൂസറും പല സമയത്ത് പല സന്ദർഭങ്ങളിൽ പല രീതിയിൽ ഈ സിനിമയ്ക്ക് ഇഷ്യൂസിനെ ഫേസ് ചെയ്തിട്ടുണ്ട്. അന്നൊന്നും ഈ പറയുന്ന ആരും ഉണ്ടായിരുന്നില്ല, ഞാനും പ്രൊഡ്യൂസറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ സിനിമ ഇവിടം വരെ എത്തിച്ചൊരു മൊമെൻറ്റിൽ എൻ്റെ സിനിമയെ ബാധിക്കാത്ത രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്തം. കാരണം ഈ സിനിമ എൻ്റെ മാത്രമല്ല. ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഏകദേശം 150ഓളം പേരുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്. ഈ സിനിമയുടെ എഡിറ്ററുണ്ട്, ഷംജിത്ത് മുഹമ്മദ്, ലൂസിഫറിൻ്റെ എഡിറ്ററാണ്. അദ്ദേഹത്തിന് അതിനുശേഷം ചെയ്ത വലിയൊരു സിനിമയാണ്. കലാകാരന്മാരുണ്ട്, പുതുതായിട്ട് കടന്നു വന്ന അഭിനേതാക്കളുണ്ട്. അവരുടെ ഒരു ഭീമമായ അല്ലെങ്കിൽ അവരുടെ എല്ലാ ഒരു സ്വപ്നമാണ്. കഴിഞ്ഞ 2 വർഷം ഇവരെല്ലാവരും ഒരു എന്താ പറയുന്നത് ഒരു ശക്തമായ വോള് പോലെ ഓരോ നിമിഷവും വിളിക്കുന്ന ഓരോ ഷെഡ്യൂളുകളിലും ഓടി വന്ന് എല്ലാ രീതിയിലും എന്നോട് സഹകരിച്ച എൻ്റെ എന്താ പറയുന്നത് എൻ്റെ കോർ ടീമാണ്. അവരുടെ കൂടെ സ്വപ്നമാണ് ഈ സിനിമ. അപ്പം ഇത് പോരാടാൻ വിട്ടുകൊടുക്കണോ വേണ്ടോ എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനമാണ്. ഞങ്ങൾക്ക് അതിനകത്ത് കൃത്യമായ തീരുമാനമുണ്ട്. അത് ഞങ്ങളുടെ അഡ്വക്കേറ്റ് മുഖാന്തരം ഞങ്ങൾ കോടതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. CBFC അവരുടെ സൈഡിൽ നിന്ന് കൃത്യമായ തീരുമാനം പറഞ്ഞു. അവർക്ക് അങ്ങനെ ചെയ്യുന്നതിന് പല കാരണങ്ങളുണ്ടാവാം. എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതൊരു മതത്തിൻ്റെ പേരിലുള്ള ഒരു കഥാപാത്രം ഓപ്പോസിറ്റ് വന്നുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ സിനിമയിലെ ആസിഫ് അലിയുടെ അനിയൻ അസ്കർ അലി ചെയ്യുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ഫിറോസ് എന്നാണ്. അദ്ദേഹം എത്രയോ തവണകൾ ഇതിനകത്ത് ജാനകിന്ന് വിളിക്കുന്നുണ്ട്. ഒരിക്കൽ പോലും CBFC അതിനെ ഒന്ന് മെൻഷൻ ചെയ്യുക പോലും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് തോന്നുന്നത് കാരണം എന്താണ് കാരണം ഏറ്റവും വിചിത്രമായ കാര്യം എന്താണെന്ന് നിങ്ങളോട് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ലല്ലോ. അതിലേക്കാണ് വരുന്നത്. അവർ കൃത്യമായിട്ട് ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് അത് തന്നെയാണ്. 96 സ്ഥലങ്ങളിൽ നിന്നും അവർ ഈ പറഞ്ഞൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു 3-4 സ്ഥലങ്ങളിലേക്ക് വരാനുള്ള കൃത്യമായ കാരണം അവർ നമ്മളോട് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ആ ഡയലോഗുകളിലുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പം അതിനകത്ത് കൃത്യമായിട്ടൊരു ബോധം അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പ്രൊഡക്ഷൻ സൈഡിൽ നിന്നും പ്രൊഡ്യൂസറും അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്തൊരു തീരുമാനമാണ്. അപ്പം അത് ഇനി സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങൾക്കെല്ലാം കാണാമല്ലോ. ശരി, പ്രവീൺ അവസാനിപ്പിക്കുന്നുണ്ട്. പ്രവീൺ ഇനി ഒരു സിനിമ എടുക്കുമ്പോൾ പ്രവീൺ ഇനി എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക? ആ ഒരു കാര്യത്തിൽ എനിക്ക് തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞ ഒരു കാര്യത്തോട് ഭയങ്കരമായിട്ട് ഞാൻ അനുകൂലിക്കുന്നുണ്ട്. കാരണം ഒരു ഗൈഡ് ലൈൻസ് എങ്ങനെ ചെയ്യാം അതിന് അങ്ങനെ ഒരു ഒരെണ്ണം വരികയാണെന്നുണ്ടെങ്കിൽ കലാകാരന്മാരെ സംബന്ധിച്ച് ഒരുപാട് അനുഗ്രഹമായിരിക്കും. കാരണം ഇത് വേണമെന്നാണോ താങ്കൾ ആഗ്രഹിക്കുന്നത്? അത് ബി ഉണ്ണികൃഷ്ണൻ അന്ന് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പരിഹാസ രൂപേണയാണ്. എന്നാൽ ഗൈഡ് ലൈൻ കൊണ്ടുവരൂ, പേരുകളുടെ ലിസ്റ്റ് തരൂ, ആ പേരുകൾ ഇടാം ഇനി എന്ന്. ഏത് മതത്തിൽപ്പെട്ടതാണെന്ന് അറിയാത്ത കുറെ പേരുകൾ ആ ലിസ്റ്റും കൂടെ തരൂ എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ അപ്പോൾ അങ്ങനെ ഒരു ഗൈഡ് ലൈൻ ആവശ്യപ്പെടുകയാണോ? അതിൽ നിന്ന് സെലക്ട് ചെയ്ത് പേരുകൾ ഇടാം ഇനി കഥാപാത്രങ്ങൾക്കെന്ന്? ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഗൈഡ് ലൈൻ വേണം എന്ന് ഞാൻ പറയാൻ കാര്യം, ഇപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് സമൂഹത്തിൽ കൃത്യമായിട്ട് എല്ലാ രീതിയിലും നിയമങ്ങൾ അല്ലെങ്കിൽ അവരുടേതായ കാര്യങ്ങൾ, ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല, കാരണം ഇത് സമൂഹത്തിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെലുത്തുന്നത് നമുക്ക് പറയാൻ പറ്റില്ല.
മനസ്സിലായില്ല, നമ്മൾ അതിൽ എനിക്ക് കൃത്യമായിട്ട് ഒട്ടും ജാഗരൂകത. ഒരു മനസ്സിലായില്ല. കലാകാരൻ എന്നുള്ള പ്രവീൺ നിലയ്ക്ക് നാരായണൻ, സമൂഹത്തിൽ താങ്കളുടെ കഥയെക്കുറിച്ച്, താങ്കളുടെ സിനിമയെക്കുറിച്ച്, സിനിമയുടെ കഥയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ബോധ്യമുണ്ടല്ലോ. അത് ബലാത്സംഗം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയുടെ പോരാട്ടമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പോരാട്ടം നടത്തുന്ന പെൺകുട്ടിക്ക് ജാനകി എന്ന പേര് പാടില്ല എന്നാണ് സെൻസർ ബോർഡ് നിശ്ചയിക്കുന്നത്. ആ പോരാട്ടം എന്ന് പറയുന്നത് ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു സ്ത്രീക്ക് അങ്ങനെ ഒരു പേര് പാടില്ല എന്നാണ് സെൻസർ ബോർഡ് നിഷ്കർഷിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ കാലത്ത് പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകുന്നേയില്ല. ജാനകി എന്നൊരു പെൺകുട്ടി ഈ നാട്ടിൽ പീഡിപ്പിക്കപ്പെടില്ല എന്നാണ് താങ്കൾ കരുതുന്നത്? അങ്ങനെയല്ലോ ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു? ഞാനൊരിക്കലും അങ്ങനെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് 2018 ഞാൻ ഈ കഥ എഴുതുന്ന സമയത്ത് ജാനകി ആവില്ല ഒരുപക്ഷെ 2025 ജാനകി. ആ ഒരു പോയിന്റ് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. 2025 ജാനകിയിലെ വ്യത്യാസം ഒന്ന് പറയാമോ? ഞാൻ താങ്കളെ ഇങ്ങനെ ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിക്കരുതേ, ദയവ് ചെയ്ത്. കാരണം ഈ സിനിമയെ ബന്ധപ്പെട്ട് ഇപ്പോൾ സെൻസർ ബോർഡ് എടുത്തിരിക്കുന്ന ആ വിഷയം താങ്കളുടെ സിനിമയെ മാത്രം ബാധിക്കുന്നതല്ല, നിങ്ങളുടെ മേഖലയെ തന്നെ ബാധിക്കുന്നതാണ്. ആ നിലയ്ക്ക് കൂടി അതിനെ കാണണം. എൻ്റെ ക്രൂ, എൻ്റെ ടീം എന്നതല്ല, അതിലപ്പുറമുണ്ട് അതിൻ്റെ കാര്യങ്ങൾ. ഞാനതാ കൃത്യമായിട്ട് പറഞ്ഞത്. ഞാൻ എഴുതിയ ചില സംഭാഷണങ്ങളിൽ ഉള്ള ചില കാര്യങ്ങൾ അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അതെനിക്ക് സിനിമ ഇറങ്ങാതെ നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അവിടെ ഉള്ള കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചു. അത് എല്ലാവരും കൂടെ ഒരു നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തി. അപ്പം അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് എനിക്കും തോന്നിയൊരു കാര്യം. എനിക്കതിൽ എൻ്റെ സിനിമയെ ഒരുപാട് ബാധിക്കും എന്നെനിക്ക് ഫീൽ ചെയ്തില്ല എവിടെയും. അപ്പോൾ താങ്കൾ ഇനി അടുത്തൊരു ഗൈഡ് ലൈന് കാത്തിരിക്കുകയാണ് അടുത്ത സിനിമയ്ക്ക് അല്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി പറയുന്നതല്ലേ നല്ലത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളൊരു വിവാദങ്ങളിലേക്ക് പോകാതെ നമ്മളെപ്പോഴും മനുഷ്യന് എങ്ങനെ ഇതുകൊണ്ട് നമുക്ക് പ്രയോജനകരമായ കാര്യങ്ങളിലേക്ക് എത്തിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ആവിഷ്കാര സ്വാതന്ത്ര്യം എവിടെ നിൽക്കുന്നു? ഈ പറയുന്ന ഗൈഡ് ലൈൻ അനുസരിച്ച് മുന്നോട്ട് പോകൽ എവിടെ നിൽക്കുന്നു? രണ്ടും കൂടി ചേരുന്നുണ്ടോ? രണ്ടും കൂടെ ചേരുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ ഈ രാജ്യത്ത്? ഈ രാജ്യത്ത് എവിടെയായാലും, കേരളത്തിലായാലും ഇന്ത്യയിലായാലും എവിടെയായാലും. എന്തുകൊണ്ടാണ്? അല്ല, നമ്മുടെ രാജ്യത്ത് നമുക്ക് നമ്മുടേതായ നിയമങ്ങളുണ്ട്, പല കാര്യങ്ങളും പോരാടി നേടിയിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓരോ സർക്കാരുകളുടെ കാലത്തും ഓരോ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും. രാഷ്ട്രീയം അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാകും. പക്ഷേ ഇത് രാഷ്ട്രീയമല്ലല്ലോ. ഈ വിഷയം ആ നിലയ്ക്കല്ലല്ലോ കാണേണ്ടത്. അല്ല, ഞാൻ അതിൽ തന്നെയാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയം, മതം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ കണക്റ്റഡായിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പം അതിലേക്കൊന്നും അനാവശ്യമായ ചർച്ചകൾ കൊണ്ടുപോകാൻ ഞാൻ ഈ സാഹചര്യത്തിൽ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം വേറൊരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ഞാൻ പങ്കെടുക്കാം. അതിനൊന്നും ഒരു വിരോധമുള്ള കാര്യമല്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് എനിക്ക് ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് സിനിമ ഇറക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. അപ്പം ആ സിനിമയെ ബാധിക്കാത്ത രീതിയിൽ ആ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് കൂട്ടായിട്ട് എടുത്തൊരു തീരുമാനമാണ്. ശരി പ്രവീൺ, എനിക്ക് ഇത് ഇപ്പോഴത്തെ താൽക്കാലിക പരിമിതിയായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. പ്രവീൺ സിനിമ തിയേറ്ററിൽ എത്തേണ്ടതുണ്ട്. ഈ സിനിമ തിയേറ്ററിൽ എത്തിയ ശേഷം പ്രവീൺ കുറച്ചുകൂടി ഇതിൽ തുറന്ന പ്രതികരണം നടത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.